السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ബലിപെരുന്നാൾ ദിവസം ഈദ് നമസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഏതൊരു ഇബാദത്തും ചെയ്യാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയ നിഅമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന തിരിച്ചറിവോടുകൂടി ഈദിന്റെ ഈ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമുക്ക് ആഘോഷിക്കാനും അല്ലാഹുവിനെ ഓർക്കാനും നോമ്പ് നോൽക്കാൻ പാടില്ലെന്ന കൽപ്പനയുമൊക്കെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. പെരുന്നാൾക്ക് ശേഷമുള്ള ദിവസങ്ങളെപ്പറ്റി, അയ്യാമുത്ത ശരീക്കിന്റെ നാളുകളെപ്പറ്റി നബി പറഞ്ഞത് തിന്നാനും കുടിക്കാനും അല്ലാഹുവിനെ ഓർക്കാനുമുള്ള ദിവസങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ
ഈ ഒരു പെരുന്നാൾക്ക് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നിങ്ങളെ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം തന്നെയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അവൻ എല്ലാവരേക്കാളും വലിയവനാണ്. പെരുന്നാൾ നമസ്കാരത്തിലും അല്ലാത്ത നമസ്കാരങ്ങളിലും പല തവണകളിൽ നമ്മൾ ആവർത്തിക്കുന്ന കാര്യമാണത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ റബ്ബല്ലാത്ത ആർക്കും അർഹതയില്ല. വലാ മലക്കുൻ മുഖറബ്, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരായ മലക്കുകളോ, വലാ നബിയ്യുൻ മുർസൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരോ ലോകത്ത് ആരും തന്നെ ആരാധിക്കപ്പെടാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നു നമ്മൾ. വലില്ലാഹിൽ ഹംദ്, എല്ലാ രൂപത്തിലുമുള്ള സ്തുതികളും അല്ലാഹുവിനാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. ഏറ്റവും ഉത്തമമായ ദുആ അറഫയിലെ ദുആ ആകുന്നു. ശേഷം അവിടുന്ന് പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം, എന്റെ മുമ്പുള്ള പ്രവാചകന്മാർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കാളികളുമില്ല എന്നാണ്. ഇതാണല്ലോ ഹാജിമാർ തൽബിയത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, സ്തുതിയും അനുഗ്രഹവുമെല്ലാം നിനക്കാണ്, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്ന പ്രഖ്യാപനമാണല്ലോ പ്രഖ്യാപിക്കുന്നത്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെ ഓർക്കുന്ന ചരിത്രമാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പ്രത്യേകമായി പറഞ്ഞത് വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല എന്നാണ്. സൂറത്തു ആൽ ഇംറാനിന്റെ 67-ാമത്തെ ആയത്ത്. ശിർക്ക് കൊടികുത്തിവായുന്ന ഒരു സമൂഹത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. തന്റെ ഉപ്പ ആസർ വിഗ്രഹാരാധകനായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന, ആ നാട്ടിലെ രാജാവിനെ ആരാധിക്കുന്ന ബഹുദൈവാരാധകർക്കിടയിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും ശിർക്കൽപ്പം പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല എന്നാണ്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ശിർക്കും ശിർക്കിന്റെ വക്താക്കളും അഴിഞ്ഞാടുന്ന സാഹചര്യങ്ങളിൽ ജീവിച്ചാലും തൗഹീദിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒറ്റയാൾ പട്ടാളമായി ജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മൾ മാതൃകയാക്കണമെന്നുള്ളതാണ് ഒന്നാമതായി കൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് റബ്ബാണെങ്കിൽ ആ റബ്ബിന് മാത്രമായിരിക്കണം നമ്മുടെ ആരാധനകൾ അഖിലവും നമ്മൾ സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ സന്ദേശം അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കുക, സ്വന്തം മകനെ അറുക്കുക എന്നുള്ളത് വലിയ ത്യാഗമുള്ള കാര്യമാണ്, ഏറ്റവും വലിയ പരീക്ഷണമാണ്.
فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. അദ്ദേഹം പറയുന്നു, മോനെ, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇസ്മായിൽ എന്ന മകൻ പറയുന്നത്, ഖാല യാ അബതി ഫഅൽ മാ തുഅമർ, അല്ലയോ എന്റെ പിതാവേ, എന്റെ ഉപ്പ, നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, നിങ്ങൾക്ക് എന്നെ ക്ഷമാലുക്കളിൽ കണ്ടെത്താവുന്നതാണ്. സൂറത്തു സോഫാത്തിന്റെ 102-ാമത്തെ ആയത്ത്. അല്ലാഹ് കൽപ്പിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനായി ഇബ്രാഹിം അലൈഹിസ്സലാമും കൽപ്പിച്ചു. അതുകൊണ്ട് അള്ളാന്റെ കൽപ്പന ഉപ്പ നിങ്ങൾ നിർവഹിച്ചുകൊള്ളുക, നിറവേറ്റിക്കൊള്ളുക എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം പറയുമ്പോ ആ ഇസ്മായിൽ അലൈഹിസ്സലാമിൽ മാതൃകയുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പ്രയാസകരമായി തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് ഖൈറെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാന്റെ കൽപ്പനകൾ നെഞ്ചേറ്റുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇതിന്റെ സന്ദേശമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ആ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തവാഫ് 7 പ്രാവശ്യം 8ആയാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പാടില്ല. കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സഫക്കും മറുവക്കുമിടയിൽ കുട്ടി കരഞ്ഞപ്പോ വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഹാജർ ഓടി, ഞാനെന്തിനോടണം, എനിക്കെന്തിവിടെ വെള്ളം ലഭിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. ശൈത്താനെ ആട്ടിയകറ്റാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം കല്ലെടുത്തെറിഞ്ഞു, ഞാനെന്തിനത് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ല. കൽപ്പിക്കപ്പെട്ടതെന്തോ അത് പ്രവർത്തിക്കുക, അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്നതാണ് രണ്ടാമത്തെ സന്ദേശം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹ് പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു, ഇബ്രാഹിം നീ സമർപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാനിതാ സമർപ്പിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 131-ാമത്തെ ആയത്താണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം ദുആ ആണ്. ഏത് രോഗങ്ങൾക്കുമുള്ള ശമനം ദുആ ആണ്. ഏത് ശത്രുവിനെതിരെയുമുള്ള ആയുധമാണ് ദുആ. ദുആ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ സന്താനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്. കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം തേടിയ തേട്ടങ്ങളുണ്ട്. ശത്രുക്കൾക്കെതിരെ അദ്ദേഹം പ്രാർത്ഥിച്ച തേട്ടങ്ങളുണ്ട്. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന വചനങ്ങളുണ്ട്. മക്കയെ നിർഭയ നാടാക്കാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മക്കക്കാർക്ക് ഏറ്റവും നല്ല വിശിഷ്ടമായ ഫലങ്ങൾ നൽകണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. തന്നെയും തന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെയും എന്റെ മക്കളെയും നമസ്കാരം ഉണർത്തുന്നവരാക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് സൽക്കീർത്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ എന്നെ നീ അപമാനിക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ 20-ലേറെ തവണ ഇബ്രാഹിം അലൈഹിസ്സലാം തേടിയ തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ നിന്ന് ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന ഒരു വാചകമുണ്ട്, വഅഅ്തസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്. ഉപ്പ, നിങ്ങളെ വിട്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്നതിനെയെല്ലാം, അല്ലാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവയെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. വഅദഉ റബ്ബി, എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്റെ റബ്ബിനോടാണ്. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയാ, എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നിമിത്തം ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനാവുകയില്ല. സൂറത്തു മറിയമിന്റെ 48-ാമത്തെ ആയത്താണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹു ഇത് നൽകി. സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചു, അല്ലാഹു സന്താനങ്ങളെ നൽകി.
അങ്ങനെ എല്ലാ രംഗത്തും റബ്ബിനോട് തേടുക. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ റബ്ബിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. പ്രാർത്ഥന കൊണ്ടു നടക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിരാശയുണ്ടാവരുത്. പ്രതീക്ഷ കൈവിടാതെ, ആശ മുറിഞ്ഞു പോവാതെ റബ്ബിനോട് തേടുക. ശക്തമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി, ബരമേൽപ്പിക്കുവാൻ അവൻ എത്ര ഉത്തമനാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തേടി. കണ്ടോ, പ്രതീക്ഷയുണ്ടാവണം. അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക. ആര് അധികാരത്തിൽ വന്നാലും, ലോകത്തെന്ത് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സഹായമാണ് പ്രധാനം. അള്ളാഹ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല. അള്ളാഹ് എങ്ങാനും നിങ്ങളെ കൈവെടിഞ്ഞാൽ ആർക്കും അവന് പുറമെ നിങ്ങളെ സഹായിക്കാനും കഴിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി പറഞ്ഞല്ലോ, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഉമ്മത്ത് മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അവർക്കാർക്കും നിനക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, അല്ലാഹ് നിനക്ക് രേഖപ്പെടുത്താതെ. ഇനി അവരെല്ലാവരും നിന്നെ ഉപദ്രവിക്കുവാൻ വേണ്ടി സമ്മേളിച്ചാലും അവർക്കാർക്കും നിനക്കൊരു ഉപദ്രവവും ഏൽപ്പിക്കാൻ കഴിയില്ല, അല്ലാഹ് നിനക്ക് എതിരായി രേഖപ്പെടുത്താതെ. അല്ലാഹുവിൻ നമ്മൾ തവക്കുലാക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് ഇസ്ലാമിന്റെ ദഅവത്താണ്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുക. വിഗ്രഹാരാധകനായ ആസറിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. ഉപ്പയോട് പറയാ, അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅനി അൻക ശൈഅ. കേൾക്കാത്ത, കാണാത്ത, ഉപകാരം ചെയ്യാത്ത ഇവയെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്. എന്റെ ഉപ്പ, നിങ്ങൾക്ക് വന്നെത്താത്തൊരു അറിവ് എനിക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അഹ്ദിക സിറാത്തൻ സവിയ, ഞാൻ നിങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കാം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്. യാ അബത്തി ലാ തഅബുദി ശൈത്താൻ, എന്റെ ഉപ്പ, നിങ്ങൾ വിഗ്രഹങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിറഹ്മാനി അസിയ, തീർച്ചയായും പിശാച് പരമകാരുണ്യകനെ ധിക്കരിക്കുന്നവനാണ്. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്താനി വലിയ, പരമകാരുണ്യകന്റെ അദാബ് നിങ്ങളെ ബാധിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു, പിശാച് നിങ്ങളെ വലിയാകുന്നത്, മിത്രമാകുന്നതും ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഉപ്പയെ ദീനിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയാണ്. നാട്ടുകാർക്ക് കൃത്യമായി അല്ലാഹുവിന്റെ സന്ദേശം എത്തിക്കുകയാണ്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയുടെ അടുക്കൽ പോയി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നമ്രൂദ് തന്നെ ജയിലിൽ നിന്ന് രണ്ടാളുകളെ വിളിച്ചു. ഒരാളെ ആ നിമിഷം തന്നെ കൊന്നുകളഞ്ഞു. മറ്റൊരാളോട് പറഞ്ഞു, നീ പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അന ഉഹീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആ ധിക്കാരിയുടെ ആ മറുപടി ഇബ്രാഹിം അലൈഹിസ്സലാം പരിഗണിച്ചതേയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്ത ചോദ്യം, എന്റെ റബ്ബ് സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നവനാണ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നമ്രൂദ്, നിനക്ക് സാധ്യമെങ്കിൽ അതിനെ കിഴക്ക് നിന്ന് നീ കൊണ്ടുവാ. അല്ലാഹു പറയുന്നു, ഫബുഹിതല്ലദീ കഫറ, ആ നിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് സൂറത്തുൽ ബഖറയിലെ 258-ാമത്തെ ആയത്ത്. പ്രിയമുള്ളവരെ, ഈ ദഅവത്ത് നമ്മൾ എത്തിക്കണം. അതിന്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കണം. പരീക്ഷണങ്ങളുടെ തീച്ചൂടയിലൂടെ, പ്രയാസങ്ങളുടെ മേലെ കൂടി നമുക്ക് നടന്നു പോകേണ്ടി വരും. അവിടെയൊന്നും നമ്മൾ പതറാതെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. 5, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ നമ്മൾ വർത്തിക്കണം. പെരുന്നാൾ ദിവസം പോലും മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവാം. ഇബ്രാഹിം അലൈഹിസ്സലാം നിഷേധിയായ മുശ്രിക്കായ ബാപ്പയെ പോലും വിളിക്കുന്നത് യാ അബത്തി എന്നാണ്. എന്റെ പൊന്നുപ്പ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വിളിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയെ വിളിച്ചതും അങ്ങനെ തന്നെയാണ്.
യാ അബതി ഫഅൽ മാ തുഅ്മർ, എന്റെ പൊന്നുപ്പ നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുക എന്നാണ്. അപ്പോൾ മാതാപിതാക്കളെ ഏറ്റവും നല്ല പേരിൽ അഭിസംബോധനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ പറയുന്നത് സലാമുൻ അലൈക്ക് എന്നാണ്, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്നാണ്. മാന്യമായ സംസാരമായിരുന്നു അദ്ദേഹം നിർവഹിച്ചത്. മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുവാൻ, അവരുമായി സ്നേഹം പുതുക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുമായി ഏറ്റവും നല്ല രൂപത്തിൽ വീണ്ടും തെറ്റിയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാൻ, പ്രിയമുള്ളവരെ, ഇത് നമുക്ക് കാരണമായി തീരണം. അല്ലാഹു പറഞ്ഞത് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന വാക്ക് പോലും അവരോട് പറയരുത്. വലാ തൻഹറുഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ രൂപത്തിൽ നീ അവരോട് സംസാരിക്കണം. വഖ്ഫിർ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണമെന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഭാര്യയോട് മകൻ ഇസ്മായിലിനെ പറ്റി ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ ഭർത്താവ്? ഇസ്മായിൽ നബിയുടെ ഉപ്പയാണ് ഞാനൊന്നും പറഞ്ഞില്ല. ആ സ്ത്രീ ഒരുപാട് പരാതികൾ പറഞ്ഞു. അതില്ല ഇതില്ല, വീട്ടിൽ പരിഭവങ്ങളൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഭാര്യയോട് അവിടുന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പോകുമ്പോൾ പറയുന്നുണ്ട്, ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, ഇന്നാലിന്റെ വിശേഷങ്ങളൊക്കെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, വിവരങ്ങളൊക്കെ അന്വേഷിച്ചു, ഉമ്മറപ്പടി മാറ്റിവെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇസ്മായിൽ നബി പറഞ്ഞു, ആ വന്നത് എന്റെ ഉപ്പയാണ്, നിന്നെ മാറ്റാനാണ് പറയുന്നത്. കണ്ടോ, ഇബ്രാഹിം അലൈഹിസ്സലാം കൽപ്പിച്ചപ്പോ ആ കാര്യം ചെയ്യുന്നു, ആ ഭാര്യയെ ത്വലാഖ് ചെയ്യുന്നു. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും മകനെ സന്ദർശിക്കാൻ കടന്നു വരുമ്പോ ഇസ്മായിൽ നബിയുടെ ഭാര്യയോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് നിന്റെ ഭർത്താവ്? ആ സന്ദർഭത്തിൽ ആ ഭാര്യ നല്ല അഭിപ്രായമാണ് ഭർത്താവിനെ പറ്റി പറയുന്നത്. ഭർത്താവിന്റെ മദ്ഹാണ് പറയുന്നത്, പരാതികളില്ല, ആവലാതികളില്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഉള്ള ആൾ വന്നിരുന്നു, ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നിരുന്നു, ഉമ്മറപ്പടി നിലനിർത്താൻ വേണ്ടി പറയുന്നുണ്ട് എന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോ ഭാര്യ ഈ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, വന്നതെന്റെ ഉപ്പയാണ്, നിന്നെ ഭാര്യയായി നിലനിർത്താനാണ് പറയുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംസാരം വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ആ കൽപ്പന, ആ പിതാവിന്റെ കൽപ്പന കൃത്യമായി പാലിക്കുന്ന, ബാപ്പയെ അനുസരിക്കുന്ന ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകനെ സംബന്ധിച്ചാണ്. ആറാമത്തെ വിഷയം, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ, റബ്ബേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ മക്കളെ നന്മകളിൽ പങ്കാളികളാക്കുക. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ മക്കൾ പള്ളിയിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ ഖുർആൻ ക്ലാസ്സിലേക്ക് വരുമ്പോ നമ്മുടെ മക്കൾ വരാറുണ്ടോ? ദീനിയായ സംരംഭങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ടോ? നമ്മൾ ആലോചിക്കുക. മക്കളുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോലും വരാൻ നമുക്ക് കഴിയുന്നുമില്ലെങ്കിൽ, പ്രിയമുള്ളവർ, എത്ര വലിയ വിരോധമാണ്. കഅബയുടെ ആ അടിത്തറ ഇങ്ങനെ പടുത്തുയർത്തുമ്പോ, അതിന്റെ മതിലുകൾ ഇങ്ങനെ പണിയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട്, ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിൽ എന്ന ചോരപ്പൈതലിനെയും ആരാരുമില്ലാത്ത വിജനമായ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപേക്ഷിച്ചു പോരുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഹാജർ ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം
ഐന തദ്ഹബ് ഓ ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് വതതുറുകുനാ ബിഹാദൽ വാദ് ഈ ഒരു താഴ്വരയിൽ ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ലൈസ ഫീഹി ഇൻസും വലാ ശൈ ഇവിടെ മനുഷ്യരോ യാതൊന്നുമോ ഇല്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാം ഇങ്ങനെ പോകുന്നു ഹാജർ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അവസാനം ഒരു ചോദ്യമാണ് അല്ലാഹുല്ലദീ അമറക ഹാദാ അല്ലാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു നഅം അതെ അപ്പൊ ഹാജർ പറയുന്നുണ്ട് ഇദല്ലാ യുദയ്യഉനാ എങ്കിൽ അല്ലാഹ് ഞങ്ങളെ കൈവടിയുകയില്ല പ്രതീക്ഷയാണ് തവക്കുലാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ മക്കളെ സമർപ്പിക്കാൻ കുടുംബത്തെ സമർപ്പിക്കുവാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ് എനിക്ക് വലുത് ആ കൽപ്പന നിർവഹിക്കുന്നതിന് എന്റെ മക്കൾ എനിക്ക് തടസ്സമല്ല എന്റെ ഭാര്യ എനിക്ക് തടസ്സമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് തന്റെ ഭർത്താവ് ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുമ്പോ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി പുറത്തു പോകുമ്പോ ഇസ്ലാമിന്റെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പുറത്തുപോയി അല്പം വൈകി വീട്ടിലെത്തുമ്പോ ഭർത്താവിനോട് മുഖം കനപ്പിക്കുന്ന ഭാര്യമാരെ നിങ്ങൾക്ക് ഹാജർ മാതൃകയാവണം അള്ളാന്റെ കൽപ്പനയാണ് എന്നെയും ഈ കുഞ്ഞിനെയും ഈ വിജനമായ ഭൂമിയിൽ ഒരു മരത്തിന്റെ തണല് പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചു പോരാൻ എങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ള കൃത്യമായ തവക്കുലിന്റെ അല്ലാഹു എന്നെ സഹായിക്കും അല്ലാഹു ഒരു മാർഗം കാണിക്കുമെന്ന ചിന്തയുടെ വലിയ ഉദാഹരണം പ്രിയമുള്ളവരെ ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുണ്ട്. ഏഴാമത്തത് മാനവ ഐക്യമാണ്. ഹജ്ജിന്റെ സന്ദേശം അതാണ്. അറഫാ ഖുതുബയിലും പെരുന്നാൾക്കും അയ്യാമുത്ത ശരീക്കിന്റെ ദിവസങ്ങളിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞത് മനുഷ്യർ മുഴുവനും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നാണ്. ഒരു ഹദീസിൽ കാണാം ഖുതുബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ വസതി അയ്യാമിത്ത തശ്രീഖ് അയ്യാമുത്ത തശ്രീഖിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം അവിടെ നടത്തിയ ഒരു ഖുതുബ യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ അലാ ഇന്ന റബ്ബക്കും വാഹിദ് നിങ്ങൾ അറിയുക നിങ്ങളുടെ റബ്ബ് ഏകനാണ് വ ഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ പിതാവും ഒരേ പിതാവാണ് അലാ ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമി നിങ്ങൾ അറിയുക അറബിക്ക് അനറബിയേക്കാളോ അതുപോലെ തന്നെ വലാലി അജമീൻ അലാ അറബി അനറബിക്ക് അറബിയേക്കാളോ വലാ അഹ്മർ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഇല്ലാ ബിത്തഖ്വ തഖ്വ കൊണ്ടല്ലാതെ. പറയുന്നുണ്ട് കുല്ലുക്കും മിൻ ആദം നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ് വആദം മിൻ തുറാബ് നിങ്ങളുടെ ഉപ്പയായ ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. മുഴുവൻ മനുഷ്യരും മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആർക്കും മറ്റൊരാളെക്കാളും വലിയ സൃഷ്ടിപരമായ ശ്രേഷ്ഠതയില്ല. പിന്നീട് നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? അല്ലാഹു പറഞ്ഞതുപോലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഏറ്റവും വലിയ തഖ്വയുള്ളവരാണ്. അതാണല്ലോ അറഫ സംഗമത്തിൽ നമ്മൾ കണ്ടത്. രാജാവും പ്രജയും ധനികനും ദരിദ്രനും എല്ലാവരും ഒരേ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് ഉടുക്കാനും പുതക്കാനുമുള്ള രണ്ട് തുണികൾ മാത്രം ധരിച്ച് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളല്ലേ നമ്മൾ കാണുന്നത്. അല്ലേ? എല്ലാവരും കിടക്കുന്നത് നിലച്ചാണ്. ആ രൂപത്തിൽ എല്ലാവരും അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായിക്കൊണ്ട് ജീവിക്കുന്നു. അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ മാത്രമാണ് ഈ രൂപത്തിലുള്ള ഐക്യമുള്ളത്. കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. അറബിക്ക് അനറബിയേക്കാളും യാതൊരു ശ്രേഷ്ഠതയുമില്ല. അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് ഏറ്റവും തഖ്വയുള്ളവർക്കാണ്. അത് ഒരു പക്ഷേ അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കാം, ജനങ്ങൾക്കിടയിൽ അംഗീകാരമില്ലാത്തവരായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയമുള്ളവരെ തഖ്വയുള്ളവർക്കാണ് സ്ഥാനം. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആ തഖ്വയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ബലികർമ്മവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞത്
അള്ളാഹുവിങ്കലേക്ക് അതിന്റെ രക്തമോ മാംസമോ അല്ല എത്തുന്നത്, മറിച്ച് നിങ്ങളുടെ തഖ്വയാകുന്നു എന്നാണ്. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നെഞ്ചേറ്റുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വേഷവിധാനങ്ങൾ ഇസ്ലാമികമായിരിക്കണം, നമ്മുടെ സംസാരം മര്യാദാപരമായിരിക്കണം, അള്ളാഹു പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. നല്ല സംസ്കാര സമ്പന്നരായി നമ്മൾ മാറണം. നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യമുണ്ടാകരുത്. നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായിരിക്കണം. നമ്മുടെ സ്വഭാവം നന്നാക്കുവാൻ നമ്മൾ തയ്യാറാകണം. കൗടംബിക ജീവിതം പരിശുദ്ധമായിരിക്കണം. എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ കൽപ്പനകൾ നെഞ്ചേറ്റി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞതും അറിയാത്തതുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ശത്രുക്കളുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള നിർഭയത്വം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. ربنا تقبل منا إنك أنت السميع العليم. رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين. ഇത് ദിവസം കളക്ഷൻ എടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് നമ്മുടെ മദ്രസയുടെ ഫണ്ടിലേക്കാണ് പിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു സന്തോഷാവസരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുക. അത് ജാരിയായ സ്വതക്കയാണ്. നമ്മൾ മരിച്ചാലും നിലനിൽക്കുന്ന ഒരു സ്വതക്കയാണെന്ന് മനസ്സിലാക്കി ഈ ഒരു ഈദ് സ്വതക്കയിൽ നമ്മൾ പങ്കാളികളാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.